സാർ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഈ ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്താണ് BJP അന്ന് വലിയ തോതിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയും ഈ തന്ത്രിയുടെ അറസ്റ്റും അതിന് തൊട്ട് മുൻപുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരുടെ അറസ്റ്റും ഒക്കെ തന്നെയും ഉണ്ടായ സമയത്ത് BJP ഒരു മൃദു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് അത് കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണല്ലേ ഉള്ളത്? ഞങ്ങൾ അപ്പം ചുട്ട് വയ്ക്കാം, മറ്റാരെങ്കിലും ഭക്ഷിച്ചോട്ടെ എന്ന് കരുതാനുള്ള ഒരു മഹാമനസ്കത BJPക്ക് ഇല്ല എന്നതാണ് നേരത്തെ ഒരു ചിന്ത. അതായത് 2019 BJPയുടെ കഠിനാധ്വാനം, ആചാര സംരക്ഷണത്തിന് വേണ്ടി ഉഗ്രമായ പോരാട്ടം, അത് BJPയിലേക്ക് ഏറെ വോട്ടുകൾ വന്നു. അതെല്ലാം LDFിൽ നിന്ന് വന്ന വോട്ട് ഉൾപ്പെടെയാണ്. LDF 8 നിലയിൽ പൊട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും LDF പരാജയപ്പെടുന്നു. UDF 19 സീറ്റിൽ വിജയിക്കുന്നു. LDFന് ആലപ്പുഴ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. സമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ ഒരു പോരാട്ടം ഉണ്ടെങ്കിലും ഭരണവിരുദ്ധതയുടെ പ്രയോജനം UDFിലേക്കാണ് വരാൻ പോകുന്നത്. BJP നല്ല മെച്ചപ്പെടുത്തും വോട്ട് ഷെയറിൽ, പക്ഷേ LDF പൂർണ്ണ പരാജയമാകും. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ പിന്നീട് BJPക്ക് എന്താണ് പ്രസക്തി? LDF തുടർന്നും അധികാരത്തിൽ വന്നാൽ UDFിൻ്റെ അണികൾ നാലുപാടും ചെതറും. ആദ്യം ഡെസേർഷൻ വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ്. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിർബന്ധിതരാവും. കോൺഗ്രസിൽ നിന്നും ഹിന്ദു മുഖങ്ങൾ വ്യാപകമായി BJPയിലേക്ക് ചേക്കേറും എന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഭാഗം LDFിലേക്കും മറ്റൊരു ഭാഗം BJPയിലേക്കും കേന്ദ്രീകരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വളരെ തകൃതിയായി നടക്കുന്നു. കാര്യമായ പ്രയോജനമൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. വലിയ വിമർശനമൊക്കെ ഉയരുന്ന ഘട്ടമൊക്കെ വലിയ വിമർശനം ഉണ്ടാകുന്നു. ഈ ക്രിസ്മസ് നയതന്ത്രം, ഈസ്റ്റർ നയതന്ത്രം, കേക്ക് നയതന്ത്രം, വൈൻ നയതന്ത്രം, ഇതൊന്നും തന്നെ വേണ്ട രീതിയിൽ ഏഷ്യതായി കാണുന്നില്ല. LDFിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് CPI. PM ശ്രീ വിഷയത്തിലടക്കം CPI എടുത്ത നിലപാടുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. CPIക്ക് കൃത്യമായ നിലപാട് പറയാൻ സാധിക്കുന്നുണ്ടോ പിണറായി വിജയനോടും സർക്കാരിനോടും? വെളിയെട്ടിനെ തിരുത്താൻ തക്ക ഒരു വൈഭവം, മെയ്വഴക്കം CPIക്ക് ഉണ്ടായോ എന്നതാണ്. തങ്ങളാണ് പ്രത്യയശാസ്ത്രപരമായ നൈർമല്യം ഇപ്പോഴും തുടരുന്നത് എന്ന് വമ്പ് പറയാൻ കിട്ടുന്ന ഒരു അവസരവും CPI എന്ന താരതമ്യേന ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിവാക്കാറില്ല. കാരണം CPIക്ക് ആകെയുള്ള സ്ട്രെങ്ത് കൊല്ലം ജില്ലയുടെ ചില കേന്ദ്രങ്ങളിൽ, തൃശ്ശൂർ ജില്ലയുടെ ചില കേന്ദ്രങ്ങളിൽ, പിന്നെ ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഒതുങ്ങും. CPI അണികൾ കൊഴിഞ്ഞുപോക്ക്, അതുപോലെ CPIയുടെ ഒരു പ്രസക്തി തന്നെ. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഒരുപോലെയുള്ള രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനെ എന്ന വ്യാപകമായ ചിന്തയുണ്ട്. അതുകൊണ്ട് CPMനെ തിരുത്താൻ തക്ക പ്രത്യയശാസ്ത്രപരമായ മേന്മ, അവിടെയാണ് കേന്ദ്രവിരുദ്ധത. എന്തിന് BJPയുമായി PMCയുടെ വിഷയത്തിൽ സന്ധി ചെയ്യണം? തങ്ങൾക്ക് ഈ പാപത്തിൽ, ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞതിൻ്റെ വലിയ ഒരു ബാക്ക്ലാഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIക്കും CPMനും ഇടതുപക്ഷത്തിന് ആകപ്പാടെ ഉണ്ടായി എന്ന് പൊതുവേ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് CPIക്ക് ഒരു തിരുത്തൽ ശക്തിയായി നിലനിൽക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്തെ CPIയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏത് പ്രസ്താവനയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ദോഷം തന്നെയാണ് ചെയ്യുക എന്നത് CPIക്കും CPMനും ഒരുപോലെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കിട്ടാവുന്ന സീറ്റുകൾ പരമാവധി വാങ്ങിയെടുത്തുകൊണ്ട് സംയമനം പാലിക്കുക എന്ന നയം തന്നെയാവും CPI സ്വീകരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വമ്പൻ സ്രാവുകളെ തേടി SIT നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ പെട്ടുനിൽക്കുന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. ഇനിയും വമ്പൻ സ്രാവുകൾ ഉണ്ടോ ഈ വിഷയത്തിൽ, ഈ കേസിൽ കുടുങ്ങാൻ? കോടതി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ SIT വളരെ കൃത്യമായിട്ടും സത്യസന്ധതയോടുകൂടിയുമുള്ള അന്വേഷണമാണ് നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനി കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? എങ്ങോട്ടിത് മാറാനുള്ള സാധ്യതയാണ് സാർ കൽപ്പിക്കപ്പെടുന്നത്? ദൈവതുല്യരായ ചിലരൊക്കെ ഇപ്പോൾ അഴിക്കുള്ളിലായി. അപ്പം അവിടെ ദൈവതുല്യർ അല്ലെങ്കിൽ ഭഗവാന്റെ, ശ്രീ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് താഴമൺ കുടുംബത്തിലെ തന്ത്രിമാർ എന്നാണല്ലോ പൊതുവിശ്വാസം. അങ്ങനെയെങ്കിൽ തീക്കട്ടയിൽ ഉറുമ്പരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണാം. തന്ത്രി നേരിട്ടോ അല്ലാതെയോ, താന്ത്രിക വിദ്യകൾ മാത്രമല്ല തന്ത്രിയുടെ അസറ്റ് എന്ന് പറയുന്നത്, മറിച്ച് ഒരു ഘടനകളെ സ്വാംശീകരിച്ചെടുക്കുകയും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സന്നിധാനത്ത് നിന്നും ശ്രീകോവിലിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വിലയേറിയ ഒബ്ജക്റ്റ് തന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കൊണ്ടുപോകാനാവില്ല എന്നത് 100% ഉറപ്പാണ്. അത് ദേവസ്വം ബോർഡിൻ്റെയും അനുവാദമില്ലാതെ കൊണ്ടുപോകാനാവില്ല, തന്ത്രിയുടെയും അനുവാദമില്ലാതെ കൊണ്ടുപോകാനാവില്ല. അങ്ങനെയെങ്കിൽ സ്വർണ്ണപ്പാളി വിഷയത്തിൽ, കട്ടളപ്പാളി വിഷയത്തിലും ദ്വാരപാലക ശില്പ വിഷയത്തിലും എന്തിന്
കൊടിമരത്തിന് മുകളിൽ ഇരുന്ന വാജിവാഹനം ഉൾപ്പെടെ കുതിര ഉൾപ്പെടെ തന്ത്രി മാറ്റിവെച്ചിരുന്നത് പൊതുസമക്ഷം വന്നപ്പോൾ തന്ത്രിയുടെ കരങ്ങൾ അത്ര ശുദ്ധമല്ല. ഒരു പക്ഷേ ഞാൻ വിലയിരുത്തുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം അറസ്റ്റിലാകേണ്ടിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, തന്ത്രി കണ്ഠരര് രാജീവരെ തന്നെ ആയിരുന്നു എന്ന് പോലും നമ്മളിപ്പോൾ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കയറ്റിയതാര്, പോറ്റിയെ കയറ്റിയതാർ എന്നതാണ്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയതാർ എന്ന ചോദ്യം പോലെ വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പാരഡി ഗാനമൊക്കെ വലിയ ചർച്ച, ആ പാരഡി വലിയ ചർച്ചയാണ്. അപ്പോൾ അവിടെ തന്ത്രിയുടെ ആശ്രിതനായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നത്. അപ്പോൾ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ സവിശേഷമായ ബന്ധം, സിനിമാ ഭാഷയിൽ പറഞ്ഞ ഒരു അന്തർധാര. ഈ അന്തർധാര കൂടുതൽ വെളിവാകുന്ന സമയം, ആ സമയം തികച്ചും ഈ തന്ത്രി അല്ലെങ്കിൽ തന്ത്രിയിൽ നിന്നും അന്വേഷണം മന്ത്രിയിലേക്ക് എത്താതിരിക്കാനുള്ള തന്ത്രപരമായ സമീപനം എന്ന നിലയിലാണോ തന്ത്രിയുടെ ഇപ്പോഴത്തെ അറസ്റ്റ്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, രാഷ്ട്രീയമായി ഒരു പോളറൈസേഷൻ ഇപ്പോൾ നടക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി തന്ത്രിയുടെ പിന്നിലേക്ക് ഗാൽവനൈസ് ചെയ്ത കാഴ്ച ഒരാഴ്ചയായിട്ട് കാണുന്നു. തന്ത്രിയെ ബലിയേടാക്കുകയല്ലേ? ഒരു കൺസർവേറ്റീവ് സ്പേസ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ തന്ത്രിയെ ബലിയേടാക്കുകയല്ലേ? തന്ത്രി ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഔപചാരികമായി തീരുമാനങ്ങൾ എടുക്കുന്നതും വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം ഒന്നും തന്നെ തന്ത്രിക്കല്ലല്ലോ. ഒരു മേൽനോട്ടം മാത്രമാണ് ഉള്ളത്, ഒരു ദർശനം മാത്രമാണുള്ളത്. ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിന് തന്നെയാണ്. ആത്യന്തികമായി തമ്പുരാൻ്റെ വസ്തുക്കൾ, സ്വാമി അയ്യപ്പൻ്റെ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ തന്ത്രി അതിൻ്റെ താന്ത്രിക വിദ്യ മാത്രം ചെയ്യേണ്ട ആളല്ലേ എന്ന ഒരു ചിന്തയും വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും ഒക്കെ അന്വേഷണവും ചിന്തകളും നീങ്ങാതിരിക്കുന്നതിനെ ഒരു സ്റ്റേജ് വെച്ച് അറസ്റ്റ് ചെയ്യുക, നിർത്തുക, അവിടെ തന്ത്രിയിൽ ഇത് അവസാനിക്കുന്നു എന്ന ഒരു തന്ത്രം. ഒരുപക്ഷെ മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ച പോലും പോകുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ തന്ത്രി അറസ്റ്റിലായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി, തന്ത്രി അറസ്റ്റിലായി. ആ സമയം മുതൽ മറ്റ് സ്വർണ്ണപ്പാളി വിവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം ഇപ്പോൾ കാര്യമായി സംസാരിക്കുന്നില്ലല്ലോ. തന്ത്രിയുമായ ഇടപാടുകളാണ് സംസാരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാരണവശാലും അന്വേഷണം നീളുകയോ അറസ്റ്റ് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് LDFിൻ്റെ വിജയത്തിൻ്റെ മാത്രമല്ല നിലനിൽപ്പിന് തന്നെ ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, SIT സ്തുത്യർഹമായ സേവനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി മുഖം നോക്കാതെ തന്ത്രിയെങ്കിൽ തന്ത്രി, മന്ത്രിയെങ്കിൽ മന്ത്രി, ഞങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഒന്ന്. രണ്ട്, ഇവിടെ പോലീസ് ഏജൻസികൾ ഉൾപ്പെടെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ SITക്കും മുന്നോട്ട് പോകാനൊക്കൂ. SIT സ്വതന്ത്രമായ അന്വേഷണ സംവിധാനമാണെന്ന് പറയുമ്പോഴും ബാക്കപ്പ് സർവീസ് മുഴുവൻ നടത്തേണ്ടത് സ്റ്റേറ്റ് ഇൻ്റലിജൻസ്, സ്റ്റേറ്റ് പോലീസ് സംവിധാനങ്ങളാണ്. അപ്പോൾ അവിടെ ചില കോംപ്രമൈസുകൾ, നീക്കുപോക്കുകൾ നടന്നിട്ടില്ലേ എന്ന് സംശയിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.